ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് തയ്യാർ ചെയ്യാൻ പോകുന്നത് പാവയ്ക്ക മെഴുക്ക് പുരട്ടിയാണ്. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു ഇടത്തരം സൈസിലുള്ള ഒരു വലിയ പാവയ്ക്കാണ് എടുത്തിട്ടുള്ളത്. പാവയ്ക്കെല്ലാം കഴുകിയ ശേഷം ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്ത് നമുക്കൊന്ന് മാറ്റി വെച്ചേക്കാം. ഇനി ഒരു പാനിൽ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായാലുടൻ തന്നെ നമുക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടിയാൽ ഉടൻ തന്നെ നമുക്ക് കുറച്ച് ചതച്ച വെളുത്തുള്ളിയും കുറച്ച് വറ്റൽമുളക് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇവയെ നമുക്ക് നല്ലതുപോലെ ഒന്ന് എണ്ണയിലിട്ടൊന്ന് പൊരിച്ചെടുക്കണം. വെളുത്തുള്ളിയെല്ലാം നല്ലതുപോലെ ഒന്ന് മൊരിഞ്ഞ് കിട്ടണം. അതിനുശേഷം നമുക്കിനി ചേർത്ത് കൊടുക്കേണ്ടത് ഒരു വലിയ സവാള അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയുമാണ്. അതുകൂടി ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സവാളയ്ക്ക് പകരം ചെറിയ ഉള്ളി ആയാലും നമുക്ക് ടേസ്റ്റ് നല്ലതുപോലെ കിട്ടുന്നതാണ്. ഇപ്പോൾ സവാളയെല്ലാം വാടി വന്നിട്ടുണ്ട്. നമുക്കിനി ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ അരിഞ്ഞ് തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാവയ്ക്കയാണ്. അതുകൂടി ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കുറച്ച് കയ്പുള്ള പാവയ്ക്കാണ്. കുറച്ച് ഡാർക്ക് കളറിലാണ് ഉള്ളത്. ഇളം കളറിലുള്ള പാവയ്ക്കയ്ക്ക് അത്ര കയ്പുണ്ടാവുകയില്ല. അതുകൊണ്ടാണ് ഞാൻ ഉള്ളി കൂടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. പാവയ്ക്കയുടെ കൂടെ കുറച്ച് സവാള കൂടി ചേർത്താൽ അതിൻ്റെ കുറച്ച് കയ്പെല്ലാം മാറി കിട്ടുന്നതാണ്. ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാതെ വേണം നമുക്ക് ഈ മെഴുക്ക് പുരട്ടി തയ്യാറാക്കാൻ. വെറും എണ്ണയിലിട്ടാണ് ഞാനിപ്പോൾ ചെയ്തെടുക്കുന്നത്. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കുക. ഞാനിപ്പോൾ മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. മുളക് പൊടിക്ക് പകരമാണ് വറ്റൽമുളക് കുറച്ച് കൂടുതലായിട്ട് എടുത്തിട്ടുള്ളത്. ഇതും ഒരു പ്രത്യേക ടേസ്റ്റാണ് നമുക്ക് മെഴുക്ക് പുരട്ടിക്ക് തരുന്നത്. തീർച്ചയായിട്ടും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഇതുപോലെ പാവയ്ക്ക ചെയ്ത് കഴിക്കേണ്ടതാണ്. നമുക്ക് ഇതൊന്ന് അടച്ച് വേവിക്കാം. ഒരു 3 മിനിറ്റിന് ശേഷം നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഏകദേശം നമുക്ക് ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കാം. നമ്മൾ എത്രത്തോളം വഴറ്റിയെടുക്കുന്നോ അത്രത്തോളം നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള മെഴുക്ക് പുരട്ടി കിട്ടുന്നതാണ്. പാവയ്ക്ക കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. റെസിപ്പി ഇഷ്ടമായാൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പാവയ്ക്കയുടെ കയ്പ് കുറച്ച് മാറി കിട്ടണമെങ്കിൽ കുറച്ച് തേങ്ങ ചിരവിയത് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി കയ്പൊക്കെ മാറി കിട്ടുന്നതാണ്. ഞാനിപ്പോൾ അതൊന്നും ചേർക്കാതെയാണ് തയ്യാർ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള പാവയ്ക്ക മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻസും എന്നെ അറിയിക്കുക.